ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂവിൽ സാധാരണ നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന് ആൻസേഴ്സ് അതെങ്ങനെ റിപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഇതുമായിട്ടാണ്. ഒരു ജോലി എന്നത് നമ്മുടെ സ്വപ്നമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. വലിയ ഇൻ്റർവ്യൂ ആവാം, ചെറുതാവാം, ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസർ, അതിൻ്റെ പെർഫെക്ഷൻ, വോയിസ്, ടോൺ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഹയർ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് കമ്പനീസ് തീരുമാനിക്കുന്നത്. സോ ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനുമായിട്ടാണ്. സപ്പോസ് ഞാനാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണേ, എനിക്ക് CV അല്ലെങ്കിൽ റെസ്യൂമ് തന്നു, ഞാനത് നോക്കി, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ ലെറ്റ് യുവർ നെയിം ബി മിസ്റ്റർ എക്സ്. ഓക്കെ, തുടങ്ങുകയാണ്, ഇൻ്റർവ്യൂ സെഷൻ തുടങ്ങുകയാണ്. ഹലോ മിസ്റ്റർ എക്സ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യണം. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. My name is Mr. X and I am coming from place Y and I have mom, I have my dad in my house and I did engineering in, I'm from, now listen, stop this. ഈ ഒരു ആൻസർ കേട്ടാൽ തന്നെ നിങ്ങളെ എലിമിനേറ്റഡ് ആയി. എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഡോണ്ട് ടെൽ എനിത്തിങ് അബൌട്ട് യുവർ ലൈഫ്. അവർക്ക് നിങ്ങളുടെ ജീവചരിത്രം അല്ല വേണ്ടത്. ദേ ആർ ആസ്കിങ് അബൌട്ട് യുവർ വാല്യൂ ദാറ്റ് യു കുഡ് ബ്രിങ് ടു ദെയർ കമ്പനി. ആ കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടും എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതാണ് ടിപ്പ് നമ്പർ 1. നൗ ലിസൺ ടിപ്പ് നമ്പർ 2. ബി യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ആവുക ഇൻ്റർവ്യൂ സെഷനിൽ. എന്നിട്ട് ടെൽ ദം വാട്ട് ഇസ് ഇൻ ഇറ്റ് ഫോർ ദം. അതായത് അവർക്ക് വേണ്ടി നിങ്ങളിൽ എന്താണോ ഉള്ളത് അതാണ് അവർ നോട്ട് ചെയ്യുക. വാട്ട് വാല്യൂ യു കുഡ് ബ്രിങ് ടു ദ കമ്പനി ആൻഡ് വാട്ട് പ്രോബ്ലംസ് യു ക്യാൻ സോൾവ് ഫോർ ദ കമ്പനി. ആ കമ്പനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വാല്യൂ, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത്, നിങ്ങളിൽ എന്താണോ അവർക്കുള്ളത് അതാണ് അവർക്ക് വേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് ഇസ് നമ്മളുടെ വിജയം. നമ്മൾ ഇത്രയും കാലം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ മറ്റേ കമ്പനിക്ക് വേണ്ടി, നമ്മൾ വേറെ കമ്പനിയിൽ മുന്നേ വർക്ക് ചെയ്ത കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത വിജയം എന്താണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐ ഹാവ് ബീൻ ഓർ മൈ ബാക്ക്ഗ്രൗണ്ടേഴ്സ്. ഞാൻ ഇന്ന ഒരാളായിരുന്നു ഈ കമ്പനിയിൽ, ഇത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, നൗ രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ ശക്തി. അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈ സ്ട്രെങ്ത് ഇസ് ഓർ മൈ റിയൽ സ്ട്രെങ്ത് ഇസ്, അങ്ങനെ. ഓക്കെ, പിന്നെ മൂന്നാമത്തേത് സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ. നിങ്ങൾ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, അതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിളാണ്, ഒരു ആഡ് കമ്പനി, അഡ്വർടൈസിങ് കമ്പനിയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരാളെ വേണം, ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സംവൺ ലൈക്ക് ദാറ്റ്. സോ വെൻ ദ ഇൻ്റർവ്യൂവർ ആസ്ക്സ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, നിങ്ങൾ റിപ്ലൈ ചെയ്യുകയാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, ഇപ്പം ഞാൻ പോയി ആഡ് കമ്പനിയിൽ, അപ്പം എന്നോട് ഇൻ്റർവ്യൂവർ ചോദിച്ചു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. സോ ഞാൻ റിപ്ലൈ ചെയ്യാണ്, താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ സർ.
I have been doing advertisements for the last 3 years, and I specialize in helping companies growing their product distribution. And in the last 3 years alone, I have helped dozens of clients in over 12 different industries, and on average, I have been able to help my clients to really increase their engagement and grow their product selling by 3 to 500% in less than 5 months. And that's what I'm passionate about. Also, I have listed some of those clients that I have worked with on the reference letter. My real strength is my ability to understand what your audience wants. I pride myself on my reputation to creating engaging and compelling content that I know your audience loves and wants to share. What I am looking for a company is that I could add value to, and that I could produce a positive return on investment for, where I could join a strong team. Is this what ABC company is looking for? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾ ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, തിങ്ക് അബൌട്ട് യുവർ സക്സസ്, യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ സിറ്റുവേഷൻ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. ഇത് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ എങ്ങനത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു പാരഗ്രാഫ് വൈസ് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. ഫസ്റ്റ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സക്സസ്, പിന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്, പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെ ഏതോ ഒരു പാരഗ്രാഫായിട്ട് എഴുതി വയ്ക്കുക പ്രോപ്പറായിട്ട്. പിന്നെ എന്നിട്ട് അത് ഓർത്തിരിക്കുക, കാണാപ്പാഠം പഠിക്കുക. ഒന്നും വിചാരിക്കേണ്ട, കാണാപ്പാഠം പഠിക്കുക. കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് പച്ച വെള്ളം പോലെ പഠിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പഠിച്ചെടുക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ണാടീൻ്റെ മുന്നിലാണെങ്കിൽ കൂടി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ വെൻ യുവർ ഇൻ്റർവ്യൂ ഡേറ്റ് അറൈവ്സ്, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു, അപ്പം നാളെയാണ് ഇൻ്റർവ്യൂ എന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് അത്രയും ഒരു ഫ്ലുവൻസി വന്നു അതിൻ്റെ അകത്ത്. അപ്പം ഇൻ്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നാച്ചുറലായിട്ട് ആൻസർ അതിന് പറയാൻ പറ്റും. അത് ബിൽഡപ്പായിട്ട് വരില്ല, അത് പച്ചവെള്ളം പോലെ നിങ്ങൾക്കത് പറയാൻ പറ്റും. സോ ദേ വിൽ ബി ഇംപ്രസ്ഡ്. ഓക്കെ, അങ്ങനെ ഇത് ശീലിക്കുക. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്, ആൻഡ് ഇഫ് യു haven't subscribed, please subscribe and share. Thank you for watching. Take care. Bye.